നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ബട്ടർഫ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു പേപ്പറാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒറിഗാമിയുടെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. സ്ക്വയർ പേപ്പർ ഇല്ല, നമ്മുടെ കയ്യിൽ നോർമൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ A4 സൈസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡയഗണലി മടക്കുക. അപ്പം ഡയഗണലി മടക്കുമ്പോൾ കോർണേഴ്സ് എല്ലാം ഷേപ്പായിട്ട് തന്നെ മടക്കുക. അതിനുശേഷം ക്രീസ് ചെയ്യുക. ഈ പോയിന്റും അതേപോലെ തന്നെ ക്രീസ് ചെയ്യുക. ക്രീസ് ചെയ്ത് ഒന്നുകൂടെ തിരിച്ച് ക്രീസ് ചെയ്ത് നന്നായിട്ട് നഖം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് ക്രീസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പീസ് ക്ലിയർ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബട്ടർഫ്ലൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്ക്വയർ പേപ്പർ എടുത്തു. ഇതിനെ ഡയഗണലി ഫോൾഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡയഗണലി ഫോൾഡ് ചെയ്തു. ആ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് അതുപോലെ തന്നെ ഒന്നും കൂടെ ഡയഗണലി ഫോൾഡ് ചെയ്യാം. എല്ലാ ഫോൾഡും നല്ല കറക്റ്റായിട്ട് പോയിൻറ്റ്സ് എല്ലാം നല്ല ഷാർപ്പായിട്ട് വേണം. ഇനി ഈ പേപ്പറിനെ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യും. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും 2 സ്ട്രെയിറ്റ് ഫോൾഡ്സ് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് വാട്ടർ ബോംബ് ഫോൾഡാണ്. അപ്പോൾ വാട്ടർ ബോംബ് ഫോൾഡ് എന്ന് പറയുമ്പം നമുക്കറിയാം കോർണേഴ്സ്, ഈ 2 കോർണറും ഈ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫോൾഡ് നേരെ തിരിച്ചിട്ട് ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, പ്ലേസ് ചെയ്യുക. തിരിച്ചു ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു പ്ലേസ് ചെയ്ത് തുറന്നു. ഇതാണ് വാട്ടർ ബോംബ് ഫോൾഡ് എന്ന് പറയുന്നത്. അപ്പം ഈ വാട്ടർ ബോംബ് ഫോൾഡിൻ്റെ അകത്ത് ഓപ്പണിംഗ് ഒന്നും കൂടെ ഞാൻ കാണിക്കാം. തുറന്നു നമ്മുടെ ഫോൾഡ്. അപ്പം ഈ ഫോൾഡ് രണ്ടും ഇങ്ങോട്ട് വരുന്ന ഈ ഒരു പോസ്ചറിൽ വേണം ഇരിക്കാനായിട്ട്. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഈ സെൻറ്റർ ലൈനിലേക്ക്, ഇപ്പുറത്തുനിന്ന് ഈ സെൻറ്റർ ലൈനിലേക്ക് ഫോൾഡ് ചെയ്ത് ഇതിനെ പ്ലേസ് ചെയ്യാം. ഇതിനെ ഈ ഒരു ഓപ്പണിംഗ് വന്ന പോർഷനെ നമ്മൾ നേരെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഈ കോർണറിൽ ഈ ടിപ്പിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. തിരിച്ചും അതുപോലെ തന്നെ ഈ ടിപ്പിലേക്ക് കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇതിന് ശേഷം ഇതിനെ നേരെ റിവേഴ്സിൽ കൊണ്ടുവന്ന് നേരെ തിരിച്ചെടുക്കുക. കണ്ടോ, ഇതിനെ ഇങ്ങനെ കൊണ്ട് എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇത് മടക്കരുത്, ചെറുതായിട്ട് കൊണ്ടുവന്ന് കുറച്ച് ടിപ്പ് മോളി വരുന്നത് പോലെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതിനെ ചെറുതായിട്ട് ഇപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. നടുക്കൂടെ മടക്കി ഈ ഒരു ടിപ്പ് അവിടെ വെച്ച് ഇതിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വാളിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇനിയുള്ള ഒറിഗാമി വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.